ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജുമേറ്റിൻ്റെ മറ്റൊരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ മക്കളുടെ സോഷ്യൽ സയൻസിലെ 3ാമത്തെ യൂണിറ്റാണ്. ഡൈവേഴ്സ് എംപ്ലോയ്മെൻറ്റ്സ് എന്നാണ് കേട്ടോ യൂണിറ്റിൻ്റെ പേര്. ഇതിലെ മുഴുവൻ ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്ത് നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കുട്ടികളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് നമുക്ക് 2 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ആദ്യത്തെ നോക്കൂ. കീർത്തിസ് പാരൻസ് ഗിവ് ഹർ toffees as a reward for watering the garden at home regularly. അപ്പോൾ വീട്ടിൽ എല്ലാ ദിവസവും ചെടികൾക്ക് വെള്ളം നനച്ചു കൊടുക്കുന്നതുകൊണ്ട് കീർത്തിയുടെ അച്ഛനും അമ്മയും അവൾക്ക് ടോഫീസ് സമ്മാനമായിട്ട് നൽകി. രണ്ടാമത്തെ നോക്കൂ. തേജസ് ഈസ് ഗിഫ്റ്റഡ് എ സ്റ്റോറി ബുക്ക് ബൈ ഹിസ് പാരൻസ് ഫോർ ഫോൾഡിംഗ് ദ ക്ലോത്ത്സ് റെഗുലർലി അറ്റ് ഹോം. അതുപോലെ തേജസ് എല്ലാ ദിവസവും തുണികൾ മടക്കി വെക്കുന്നത് കൊണ്ട് അവൻ്റെ പേരൻസ് ഒരു സ്റ്റോറി ബുക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തു. ഹാവ് യു നോട്ടീസ് ദ പിക്ചേഴ്സ് ഗിവൺ അബവ്? What did കീർത്തി get for watering the garden? വീട്ടിലെ ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്നതുകൊണ്ട് കീർത്തിക്ക് എന്താ കിട്ടിയത്? ടോഫീസ് ആസ് റിവാർഡായിട്ട് ടോഫീസ് ആണ് കിട്ടിയത്. ഹൗ ഡിഡ് തേജാസ് പാരൻസ് അപ്രീഷിയേറ്റ് ഹിം ഫോർ ഫോൾഡിംഗ് ക്ലോത്ത്? തേജയുടെ പാരൻസ് അവന് ക്ലോത്ത്സ് ഫോൾഡ് ചെയ്തുകൊണ്ട് എന്താ കൊടുത്തത്? ഗിഫ്റ്റഡ് എ സ്റ്റോറി ബുക്ക്, ഒരു കഥാപുസ്തകമാണല്ലേ കൊടുത്തത്. വാട്ട് ഡു ദ എൽഡേഴ്സ് ഇൻ യുവർ ഹോം ഗെറ്റ് ഇൻ റിട്ടേൺ ഫോർ ദ വർക്ക് ദേ ഡു? നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് മുതിർന്ന ആളുകൾ ജോലി ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അവർ ജോലി ചെയ്യുമ്പോൾ, നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് അതിന് പ്രതിഫലമായിട്ട് എന്താ കിട്ടുന്നത്? ഇൻകമാണ്, വരുമാനമാണല്ലേ കിട്ടുന്നത്. ഇൻകം. ഒബ്സർവ് ദ ഇമേജസ്. നോക്കിക്കേ, ആദ്യത്തേത് ഒരു ടീച്ചിങ് ആണ്, പഠിപ്പിക്കുന്ന ഒരു ഇമേജാണ്. രണ്ടാമത്തേത് കച്ചവടമാണ്. പിന്നെ മൂന്നാമത്തേത് കുട്ടികൾ ക്യാരം ബോർഡ് കളിക്കുകയാണ്. നാലാമത്തേത് ഹോസ്പിറ്റലിൽ ശുശ്രൂഷിക്കുകയാണ് അല്ലേ. അഞ്ചാമത്തെ പിക്ചർ നോക്കൂ, കുട്ടികൾ പെയിന്റിങ് ചെയ്യാണ്. ആറാമത്തെ പിക്ചർ കുട്ടികൾ വോളിബോൾ കളിക്കുകയാണ്. അതിന് താഴെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഹോപ്പ് യു ഹാവ് ഒബ്സർവ് ദ പിക്ചേഴ്സ് ഓഫ് പീപ്പിൾ ഇൻവോൾവ് ഇൻ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ്. വിച്ച് ആർ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ഈച്ച് വൺ ഈസ് ഇൻവോൾവ് ഇൻ? ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ള ഓരോരുത്തരും എന്തൊക്കെ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്? ട്രേഡ്, കച്ചവടമുണ്ട്. ടീച്ചിങ് ഉണ്ട്. പ്ലേയിങ് ക്യാരം ബോർഡ്, ഹെൽത്ത് കെയർ, പിന്നെ ഡ്രോയിങ്, പ്ലേയിങ് വോളിബോൾ. വിച്ച് എമംഗ് ദീസ് ആക്ടിവിറ്റീസ് ആർ റിവാർഡഡ് ഇൻ ദ ഫോം ഓഫ് മണി? ഇതിൽ ഏതൊക്കെ ആക്ടിവിറ്റീസിന് പണമായിട്ട് അല്ലെങ്കിൽ കൂലി ലഭിക്കും, വരുമാനം ലഭിക്കും? ടീച്ചിങ്ങിന് നമുക്ക് ശമ്പളം, സാലറി ലഭിക്കും. ട്രേഡ്, കച്ചവടത്തിന് നമുക്ക് ലഭിക്കും. ഹെൽത്ത് കെയർ, ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ അതിനും ലഭിക്കും അല്ലേ. വിച്ച് ആക്ടിവിറ്റീസ് ആർ റിവാർഡഡ് വിത്ത് ഗിഫ്റ്റ് സമ്മാനമായിട്ട്? മണിയല്ല, പണമല്ല, അതിന് പകരം ഓരോ ഗിഫ്റ്റ് സമ്മാനമായി ലഭിക്കുന്നത് എന്തിനൊക്കെയാണ്? പ്ലേയിങ് ക്യാരം ബോർഡ്, ഡ്രോയിങ്, പ്ലേയിങ് വോളിബോൾ. ഇതിലൊക്കെ വിജയിക്കുകയാണ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ വിജയിക്കുമ്പോൾ അതിന് നമുക്ക് ഗിഫ്റ്റ് ആയിരിക്കും കിട്ടുന്നത്, ഇൻകമോ അല്ലെങ്കിൽ മണിയോ അല്ല കിട്ടുന്നത്. Some of your actions get rewards and some gets gifts. For activities such as teaching, trading and health care, individuals receive money as reward. Income is the money received by a person over a period of time as a result of engaging in various economic activities. Find out the other activities that are rewarded with money. അപ്പോൾ ചില ആക്ടിവിറ്റീസിനൊക്കെ നമുക്ക് റിവാർഡായിട്ട് നമുക്ക് ഗിഫ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. എന്നാൽ ചില ആക്ടിവിറ്റീസിന് അവർക്ക് റിവാർഡായിട്ട് അല്ലെങ്കിൽ അവർ ഇത്ര ടൈമിനുള്ളിൽ അല്ലെങ്കിൽ ഒരു മന്ത്ലി ആയിട്ടോ ഇത്ര ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ ഇത്ര ടൈമിനുള്ളിലോ തീർക്കുന്നതിന് അവർക്ക് ക്യാഷ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പം നമ്മൾ ടീച്ചിങ്, ട്രേഡിങ് പോലെയുള്ളതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെന്താ കിട്ടുക? ഒന്നുകിൽ നിങ്ങൾക്ക് മന്ത്ലി ആയിരിക്കും ടീച്ചേഴ്സിന്, അല്ലെങ്കിൽ ബാക്കിയുള്ള എംപ്ലോയ്മെൻറ്റ്സിനൊക്കെ മന്ത്ലി ആയിരിക്കും കിട്ടുക. എന്നാൽ ട്രേഡിങ് പോലെയുള്ളതൊക്കെ നമുക്ക് ദിവസവേതനമാണല്ലേ കിട്ടുന്നത്. എന്തായാലും അവർക്ക് എന്താണ് കിട്ടുന്നത്? അതിലൂടെ ഇൻകമാണ് കിട്ടുന്നത്. അപ്പോൾ മറ്റ് വേരിയസ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാം. കൂലി എഴുതാം, കൂലിപ്പണി എഴുതാം, അതുപോലെ ഡ്രൈവിംഗ് എഴുതാം, പിന്നെ പോലീസ്, പിന്നെ അഡ്വക്കേറ്റ്, ദാറ്റ് മീൻസ് ലോയർ, പിന്നെ അതുപോലെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ബാക്കി എല്ലാ ജോബ്സും നിങ്ങൾക്ക് എഴുതാം, മിലിറ്ററി എല്ലാതും എഴുതാം. ഇതിലെല്ലാം അവർക്ക് എന്താ കിട്ടുന്നത്? ഇൻകമാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ മണിയാണ് കിട്ടുന്നത്. എംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ ജോലി. ഓക്കെ. പഠിപ്പ് തീർന്നാൽ എന്നുള്ള ഒരു പോയിന്റ് തന്നിട്ടുണ്ട് നമുക്ക് അവിടെ. NV കൃഷ്ണവാര്യർ എഴുതിയ. വായിച്ചു നോക്കൂ. ചോദ്യം. പഠിപ്പ് തീർന്നാൽ പള്ളിക്കൂടം വിട്ടുകഴിഞ്ഞെന്നാൽ പറയുക പിന്നീട് എന്തൊരു പണിക്ക് പോകും നീ? ഉത്തരം. ഒന്നാമൻ, കൃഷിക്ക് പോകും ഞാൻ. കൃഷിക്ക് നമ്മുടെ പിതാക്കൾ ചെയ്തൊരു തൊഴിൽക്ക് പോകും ഞാൻ. രണ്ടാമൻ, പണം മുടക്കി കോടിക്കണക്കിന് കച്ചവടത്തിനായി തുനിഞ്ഞിടും ഞാൻ തൊഴിലിതിൽ നല്ലതു വേറൊന്നുണ്ടോ? മൂന്നാമൻ, നാട്ടിൽ അശിക്ഷിതരാലയുന്ന ശിശുക്കളെയെല്ലാം ഞാൻ കൂട്ടി മികച്ചൊരു വിദ്യാനിലയം ആരംഭിച്ചിടും. നാലാമൻ, പഠിപ്പ് തീർന്നാൽ പട്ടാളത്തിൽ പോയി ചേരും ഞാൻ. പടനായകനായി ഭാരതരാജ്യം പരിപാലിക്കും ഞാൻ.
ഇപ്പം എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ള മക്കളെ, പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ജോലിക്ക് പോകും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ ഒരാൾ കൃഷിപ്പണിക്ക് പോകുമെന്ന് പറയുന്നു, രണ്ടാമത്തെ ആൾ കച്ചവടം തുടങ്ങുമെന്ന് പറയുന്നു, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങുമെന്ന് പറയുന്നു, മൂന്നാമത്തെ ആൾ എന്ത് ചെയ്യുന്നു, നാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കുട്ടികളെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഞാനൊരു വിദ്യാലയം, സ്കൂൾ തുടങ്ങുമെന്ന് പറയുന്നു, നാലാമത്തെ ആൾ ഞാൻ പട്ടാളത്തിൽ പോയി ചേരും, എന്നിട്ട് നാടിനെ കാക്കും, ഭാരതരാജ്യത്തെ കാക്കും എന്ന് പറയുന്നു. അപ്പോൾ വ്യത്യസ്ത കുട്ടികളുടെ ജോലിയെ കുറിച്ചുള്ള വ്യത്യസ്ത ആഗ്രഹങ്ങളാണ് അല്ലേ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. ഇൻ ദിസ് പോയം ദ പോയറ്റ് ഹിൻസ് അറ്റ് ദ വേരിയസ് ടൈപ്സ് ഓഫ് എംപ്ലോയ്മെന്റ് വി ചൂസ് ആഫ്റ്റർ സ്റ്റഡീസ്. വാട്ട് ആർ ദ ജോബ്സ് മെൻഷൻ ഇൻ ദിസ് ലൈൻസ്? വരികളിൽ പറഞ്ഞിട്ടുള്ള ജോലികൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അഗ്രികൾച്ചർ, കൃഷിയുണ്ട്, ട്രേഡ് കച്ചവടമുണ്ട്, ടീച്ചിങ്, മിലിറ്ററി സർവീസ്. വാട്ട് എംപ്ലോയ്മെന്റ് ഡു യു വിഷ് ടു ഡു ഇൻ യുവർ ഫ്യൂച്ചർ? നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിൽ, ഭാവിയിൽ ചെയ്യാൻ താല്പര്യമുള്ള ജോലി ഏതാണ്? അത് നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാം. ഇസ് ഇറ്റ് ഓൺലി ഫിസിക്കൽ വർക്ക് ദാറ്റ് ഹ്യൂമൻസ് ഡു? മനുഷ്യർ ഫിസിക്കൽ വർക്ക് മാത്രമാണോ ചെയ്യുന്നത്? അതായത് ശാരീരിക അധ്വാനം മാത്രമാണോ, അല്ലെങ്കിൽ ശാരീരിക ജോലി മാത്രമാണോ ഉള്ളത് ചെയ്യുന്നത്? നോ, ദർ ഇസ് ഇന്റലക്ച്വൽ വർക്ക്സ് ആൻഡ് ജോബ്സ് ടു. ബുദ്ധിപരമായിട്ടുള്ള, ബൗദ്ധികമായിട്ടുള്ള ജോലികളും പണികളും ഉണ്ട് അല്ലേ. ചില ജോലികൾക്ക് എന്താ പറയുക, ഫിസിക്കൽ വർക്ക് തന്നെ വേണ്ടി വരും, ചിലതിന് ഇന്റലക്ച്വൽ വർക്ക് ആയിരിക്കും വേണ്ടി വരിക. ബുദ്ധിപരമായിട്ട് മുന്നോട്ട് പോകേണ്ട ജോലികളും ഉണ്ട്. എംപ്ലോയ്മെന്റ് ഇസ് ദ വർക്ക് ഡൺ ബൈ എ പേഴ്സൺ ഫിസിക്കലി ഓർ ഇന്റലക്ച്വലി ഫോർ ഇൻകം. ഇപ്പം എന്താണ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്? ആളുകൾ ഇൻകത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വരുമാനത്തിന് വേണ്ടിയിട്ട് ഫിസിക്കലി ആയിട്ടോ ഇന്റലക്ച്വൽ ആയിട്ടോ, അതായത് കായികപരമായിട്ടോ ഭൗതികപരമായിട്ടോ ചെയ്യുന്ന വർക്കിനെയാണ് എംപ്ലോയ്മെന്റ് എന്ന് പറയാം. ഇറ്റ്സ് റിവാർഡ് ഈസ് പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് വേജസ് ഓർ സാലറി. അതിന്റെ റിവാർഡ് കൊടുക്കുന്നത് വേജസ് ആയിട്ടോ സാലറി ആയിട്ടോ ദിവസക്കൂലി ആയിട്ടോ അല്ലെങ്കിൽ ശമ്പളമായിട്ടോ ആയിരിക്കും. എംപ്ലോയ്മെന്റ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഫോർ ഇൻഡിവിജ്വൽസ്. അപ്പോൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് വ്യക്തികൾക്ക് ഇൻകം കിട്ടാനുള്ള ഒരു മെയിൻ സോഴ്സ് ആണ്. വേജസ് ആൻഡ് സാലറി, എന്താണ് ഇനി വേജസും സാലറി എന്ന് നോക്കാം. വേജസ് ഈസ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ ടു ദ എംപ്ലോയി ഫോർ പെർഫോമിംഗ് സർവീസ് അണ്ടർ എ കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ ജോലി ചെയ്ത് അതിന് ജോലി ചെയ്ത ആൾക്ക് ജോലി നൽകിയ ആൾ കൊടുക്കുന്ന റിവാർഡാണ് എന്ത്, വേജസ് എന്ന് പറയുന്നത്. വേജസ് ഈസ് ഫിക്സഡ് ഓൺ അവർലി ഓർ ഡെയിലി ബേസിസ്. അത് ചിലപക്ഷം അവർലി, മണിക്കൂറിനോ അല്ലെങ്കിൽ ദിവസ വേതനമോ ആയിരിക്കാം. അതിന് എക്സാമ്പിളാണ് നമ്മളുടെ കൂലിപ്പണിക്കാരൊക്കെ കേട്ടോ. ബട്ട് സാലറി ഈസ് ദ റെമ്യൂണറേഷൻ പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഫോർ ദ വർക്ക് പെർഫോംഡ് ബൈ ദ എംപ്ലോയീസ് ഓൺ എ മന്ത്ലി ബേസിസ്. പക്ഷേ സാലറി എന്ന് പറയുന്നത് എന്താണ്? ഒരു മാസം അവർ ചെയ്യുന്ന ജോലിക്ക് നിശ്ചിത ഇതിൽ, അതായത് ഒരു മാസം മുഴുവൻ ജോലി ചെയ്തിട്ട് അവർക്ക് കിട്ടുന്ന ഇൻകം ആണ് എന്ത്, സാലറി. അതിന് എക്സാമ്പിളാണ് ടീച്ചിങ്ങും അതുപോലെ ബാക്കിയുള്ള ഗവൺമെന്റ് ജോബും ഒക്കെ കേട്ടോ. ഹു ആർ ദ മെമ്പേഴ്സ് ഓഫ് യുവർ ഫാമിലി ദാറ്റ് എൻഗേജ് ഇൻ ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റി? നിങ്ങളുടെ വീട്ടിൽ ഇൻകം കിട്ടുന്ന, അതായത് വരുമാനം കിട്ടുന്ന ആരൊക്കെയുണ്ട് അത് എഴുതി കൊടുക്കാം. ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ ഒക്കെ ഉണ്ടായിരിക്കും, എക്സെട്ര. ഞാനൊരു എക്സാമ്പിൾ അവിടെ എഴുതി തന്നതാണ്, നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. ലിസ്റ്റ് ഔട്ട് ദ എംപ്ലോയ്മെന്റ്സ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് യുവർ ഫാമിലി. നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ ജോബ് എന്താണ് എന്നുള്ള ഒരു ലിസ്റ്റ് അവിടെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫാദർ എന്ന് എഴുതാം, ഫാദറിന്റെ ജോബ് എന്താണോ അത് അവിടെ എഴുതി കൊടുക്കാം. ബ്രദർ ഉണ്ടെങ്കിൽ ബ്രദറിന്റെ ജോബ് എന്താണെന്ന് എഴുതാം. അമ്മയ്ക്ക് ജോലി ഉണ്ടെങ്കിൽ അമ്മയുടെ ജോബ് എന്താണെന്ന് എഴുതാം. അങ്ങനെ ആ ടേബിൾ ഫിൽ ചെയ്ത് കൊടുക്കുക. സോഴ്സസ് ഓഫ് ഇൻകം. ഇനി ഇൻകത്തിന്റെ സോഴ്സസ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. പീപ്പിൾ അറൌണ്ട് us earn income through different sources. They get income from agriculture, business, bank deposits and other assets. Labor or property that generates such income is called sources of income. അപ്പോൾ നമ്മളുടെ നാട്ടിൽ പല രീതിക്ക് ഇൻകം കിട്ടുന്നുണ്ട് അല്ലേ. അഗ്രികൾച്ചറിലൂടെ, ബിസിനസ്സിലൂടെ, അതുപോലെ ബാങ്ക് ഡെപ്പോസിറ്റിലൂടെ ഒക്കെ ഇൻകം ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻകം കിട്ടുന്ന ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ സോഴ്സസ് ഓഫ് ഇൻകം സോഴ്സ് എന്ന് വിളിക്കുന്നത്. അസെറ്റ്സ്. എന്താണ് അസെറ്റ്സ്? അസെറ്റ് എന്ന് വെച്ചാൽ സ്വത്ത്. ഓക്കെ, അസെറ്റ്സ് ആർ ദ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. ബിൽഡിങ്സ് ആൻഡ് പ്രോപ്പർട്ടി ആർ എക്സാമ്പിൾ ഓഫ് അസെറ്റ്സ്. എന്താ പറയുക, നമുക്ക് ഏർണിങ്സ് കിട്ടുന്ന ഒരു റിസോഴ്സാണ് അസെറ്റ് എന്ന് പറയുന്നത്. ബിൽഡിങ്ങിൻ്റെയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസോ ഒക്കെ ആയിട്ട്, ബിൽഡിങ്ങോ ലാൻഡോ ഒക്കെ ആയിട്ട് അസെറ്റ് ഉണ്ടാവാറുണ്ട്. നൗ കംപ്ലീറ്റ് ദ ഡയഗ്രാം ഇല്ലസ്ട്രേറ്റിംഗ് ദ വേരിയസ് സോഴ്സസ് ഓഫ് ഇൻകം. നമുക്ക് താഴെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്, അതിൽ സോഴ്സസ് ഓഫ് ഇൻകം ഫില്ല് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. 3 സോഴ്സസ് ഓഫ് ഇൻകം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഒരെണ്ണം എംപ്ലോയ്മെന്റ്, ജോലിയിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ അതുപോലെ ബാങ്ക് ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുന്നത് കൊണ്ട് നമുക്ക് അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ആയിട്ട്, പലിശയായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ. പിന്നെ ബിസിനസ്സിലൂടെ നമുക്ക് ലാഭം, പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ അസെറ്റ്സ്, സ്വത്തുക്കളിലൂടെ കിട്ടുന്നുണ്ട്. പിന്നെ അഗ്രികൾച്ചർ, കൃഷിയിലൂടെ നമുക്ക് ലാഭം കിട്ടുന്നുണ്ട്. അതും ഒരു സോഴ്സ് ഓഫ് ഇൻകം ആണ്.
നൗ ഒബ്സർവ് ദ ലിസ്റ്റ് ഓഫ് ഇൻകം ഫ്രം വേരിയസ് സോഴ്സസ് ഗിവൺ ബിലോ. ഇനി ഓരോ സോഴ്സിൽ നിന്നും കിട്ടുന്ന ഇൻകം എങ്ങനെയൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നോക്കിക്കേ, അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടുന്നത്, കൃഷിയിൽ നമുക്ക് കിട്ടുന്നത് ക്രോപ്പാണ്, അതായത് വിളവാണ്. പിന്നെ എംപ്ലോയ്മെൻറ്റ്, ജോലിയിൽ നിന്ന് നമുക്ക് വേജസോ അല്ലെങ്കിൽ സാലറിയോ കിട്ടുന്നു. ബിസിനസ്സിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നു. ബാങ്ക് ഡെപ്പോസിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുന്നു. അസറ്റിൽ നിന്ന് റെൻറ്റ് അല്ലെങ്കിൽ ലീസ്, വാടകയ്ക്കൊക്കെ കൊടുക്കുക, അങ്ങനെയുള്ള രീതിക്ക് അത് കിട്ടുന്നു. സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ്, ഷെയർ, ഡിവൈഡൻഡ് ഇതാണ് കിട്ടുന്നത്. ഓർഗനൈസ് എ ഡിസ്കഷൻ ഇൻ യുവർ ക്ലാസ് റൂം ഓൺ ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഇൻകം ഇൻ യുവർ ഫാമിലി. നിങ്ങളുടെ ഫാമിലിയിൽ ഓരോരുത്തർക്കുള്ള ഇൻകം, സോഴ്സസ് ഓഫ് ഇൻകം എന്താണോ അവരുടെ എംപ്ലോയ്മെൻറ്റ്, അതിനനുസരിച്ചുള്ള സോഴ്സ് ഓഫ് ഇൻകം ആയിരിക്കുമല്ലോ കിട്ടുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ്സിലൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യാവുന്നതാണ്. ഇൻഡിവിജ്വൽ ഇൻകം ആൻഡ് ഫാമിലി ഇൻകം. ഇനി ഇൻകം രണ്ട് തരത്തിലുണ്ട്, വ്യക്തിഗതമായിട്ടും ഉണ്ട്, അതുപോലെ കുടുംബപരമായിട്ടും ഉണ്ട്. Just as the sources in income which are different, income from such sources also varies. An individual can earn income from many sources. For example, a farmer's personal income can be from the interest incurred from the bank deposits, profit from agriculture related business, etc. അപ്പോൾ ഒന്നാമത്തേത് അതിൽ ഇൻഡിവിജ്വൽ ഇൻകം ആണ്. ഇൻഡിവിജ്വൽ ഇൻകം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന്, ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഇൻകമാണ്. അത് പല തരത്തിലും ആവാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ഫാർമറിന്, ഒരു കർഷകന് അദ്ദേഹം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത അതിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് കിട്ടാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജോബിലൂടെയുള്ള പ്രോഫിറ്റ് കിട്ടാം, കൃഷിയിലൂടെയുള്ള പ്രോഫിറ്റും അദ്ദേഹത്തിന് കിട്ടാം. ദസ് എ പേഴ്സൺ ഗെറ്റ്സ് ഇൻകം ത്രൂ എംപ്ലോയ്മെൻറ്റ് ആൻഡ് അതർ മീൻസ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് ജോലിയിലൂടെയും അല്ലാതെയും ഇൻകം കിട്ടുന്നുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പേഴ്സണൽ ഇൻകം ഈസ് ദ ടോട്ടൽ ഇൻകം റിസീവ്ഡ് ബൈ എ പേഴ്സൺ ഫ്രം വേരിയസ് സോഴ്സസ് ഓഫ് ഇൻകം ഡ്യൂറിങ് എ പെർട്ടിക്കുലർ പീരീഡ്. ഒരു വ്യക്തിക്ക് ഒരു പെർട്ടിക്കുലർ കാലയളവിനുള്ളിൽ, ഒരു മാസത്തിനുള്ളിലോ 2 മാസത്തിനുള്ളിലോ എന്നുള്ള രീതിയിൽ ഒരു പെർട്ടിക്കുലർ പീരീഡിനുള്ളിൽ കിട്ടുന്ന എമൗണ്ട് ഓഫ് മണിയാണ് എന്ത് ഇൻകം, ഇൻഡിവിജ്വൽ ഇൻകം എന്ന് പറയുന്നത്. യു ഹാവ് ഡിസ്കസ്ഡ് യുവർ ഫാമിലീസ് വേരിയസ് സോഴ്സസ് ഓഫ് ഇൻകം ഹാവിങ് ടു. Thus, family income is the income received by all the members of a family during a certain period. ഇനി ഫാമിലി ഇൻകം എന്താണ്? നിങ്ങളുടെ ഫാമിലി ഒരു പക്ഷേ 2, 3, 4 ആളുകൾ ഉണ്ടായിരിക്കും ഇൻകം വാങ്ങുന്നത്. ജോബുള്ള 3, 4 ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇവർക്ക് എല്ലാം കൂടെ കിട്ടുന്ന ടോട്ടൽ സമ്മാണ് ഒരു ഫാമിലിയുടെ ഇത്ര മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര ഡ്യൂറേഷനുള്ളിൽ കിട്ടുന്ന ടോട്ടൽ സമ്മാണ് ഫാമിലിയുടെ ഇൻകം എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് എംപ്ലോയ്മെൻറ്റ്. ഇനി വ്യത്യസ്ത ജോലികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒബ്സർവ് ദ പിക്ചേഴ്സ്. ആദ്യത്തേത് നോക്കൂ, ഹെൽത്ത് കെയർ ആണ്. രണ്ടാമത്തേത് കാറ്റൽ ഫാമിംഗ് ആണ്. നെക്സ്റ്റ് മൂന്നാമത്തേത് എന്താണ്, ടീച്ചിങ് ആണ്. നാലാമത്തേത് ഡ്രൈവിംഗ് ആണ്. അഞ്ചാമത്തേത് അഗ്രികൾച്ചർ ആണ്. ആറാമത്തേത് ലോയർ ആണ്, അല്ലേ? ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ അബവ്. വാട്ട് എംപ്ലോയ്മെൻറ്റ്സ് ആർ സീൻ ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ കാണുന്ന എംപ്ലോയ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ടീച്ചിങ്, ഹെൽത്ത് കെയർ, കാറ്റൽ റീറിങ്, ഡ്രൈവർ, അഗ്രികൾച്ചർ, ലോയർ. അപ്പോൾ ഇതിൽ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികളും ഉണ്ട്, കൃഷിയുമായിട്ട് ബന്ധപ്പെടാത്ത ജോലികളും ഉണ്ടല്ലേ. അപ്പോൾ അതിനെ, കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികളെ നമ്മൾ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് എന്നാണ് വിളിക്കുക. അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് ഈസ് ദ വർക്ക് ഡൺ യൂസിങ് ദ നാച്ചുറൽ റിസോഴ്സസ് സച്ച് ആസ് കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റ്സ് ഫോർ ഫുഡ് ആൻഡ് ഫൈബർ പ്രൊഡക്ഷൻ, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് പിസികൾച്ചർ, എക്സെട്ര. അപ്പോൾ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ നാച്ചുറൽ റിസോഴ്സസുമായി, പ്രകൃതിയിൽ ഉണ്ടാവുന്ന റിസോഴ്സസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോബുകളാണ്. അതായത് നമ്മളുടെ കൃഷി, കാലി വളർത്തൽ, പിന്നെ തേൻ ശേഖരണം, അല്ലെങ്കിൽ നമ്മളുടെ മത്സ്യകൃഷി, ഇതെല്ലാം എന്താണ്? അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് ആണ്. അഗ്രികൾച്ചർ പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇന്ത്യൻ എക്കണോമി. നമ്മളുടെ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നത് ഈ അഗ്രികൾച്ചറൽ ജോബ്സ് ആണ്, എംപ്ലോയ്മെൻറ്റ്സ് ആണ്. നെക്സ്റ്റ്, നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ്. All kinds of employments that are not included in agricultural employments can be considered as non-agricultural employments. Agricultural employments ഇൻക്ലൂഡ് ചെയ്യാത്ത ബാക്കി എല്ലാ ജോലികളും നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് ആണ്. അതായത് കൃഷിയുമായി അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസുമായി ബന്ധമില്ലാത്ത ബാക്കി എല്ലാ ജോബ്സും നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർവീസസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻസ് ആർ നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വരുന്ന എല്ലാ എംപ്ലോയ്മെൻറ്റ്സും എന്താണ്? നോൺ അഗ്രികൾച്ചറൽ ആണ്. എക്സാമ്പിൾസ് ഓഫ് നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് ഇൻക്ലൂഡ് മാനുഫാക്ചറിങ് ഓഫ് ക്ലോത്ത്സ്, അപ്പോൾ വസ്ത്രനിർമ്മാണം, കൺസ്ട്രക്ഷൻ അതായത് ബിൽഡിംഗ് നിർമ്മാണം, ബിസിനസ്, ബാങ്കിങ്, ടീച്ചിങ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് വർക്ക് ഇൻ ദ ഫാക്ടറി, ഇതെല്ലാം നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സിന് എക്സാമ്പിളാണ്. താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ക്യാരിഡ് ഔട്ട് ബൈ ദ അഗ്രികൾച്ചർ ക്ലബ് ഓഫ് യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിലുള്ള അഗ്രികൾച്ചർ ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. എന്തൊക്കെ? സ്കൂൾ വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടായിരിക്കും, കിച്ചൺ ഗാർഡനിങ് ഉണ്ടായിരിക്കും,
പിന്നെ അതുപോലെ എന്തെങ്കിലും നിങ്ങളുടെ സ്കൂളിൽ വേറെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി നമുക്കതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ ബൈ ക്ലാസിഫൈങ് ദ എംപ്ലോയ്മെന്റ്സ് ഫൗണ്ട് ഇൻ യുവർ സറൗണ്ടിങ്സ് ഇൻ ടു അഗ്രികൾച്ചറൽ ആൻഡ് നോൺ അഗ്രികൾച്ചറൽ. നിങ്ങളുടെ ചുറ്റുപാടിലും കാണുന്ന ചില ജോലികളെ നോൺ അഗ്രികൾച്ചറലും അഗ്രികൾച്ചറലും എംപ്ലോയ്മെന്റ്സ് ആയിട്ട് ടേബിളേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആദ്യം അഗ്രികൾച്ചറൽ എംപ്ലോയ്മെന്റ്സ് നോക്കാം. അതിന് എക്സാമ്പിൾസ് ആണ് കൾട്ടിവേഷൻ ഓഫ് റൈസ്, പിസികൾച്ചർ, ആനിമൽ ഹസ്ബൻഡറി, ഫ്ലോറികൾച്ചർ, പോൾട്രി ഫാമിംഗ് തുടങ്ങിയവ. ഇനി നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെന്റ്സ് ഏതൊക്കെയാണ്? ബിസിനസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ടീച്ചിങ്, ബാങ്കിങ്, പോലീസ്, മിലിറ്ററി സർവീസ്. ഇതെല്ലാം നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെന്റ്സിന് എക്സാമ്പിൾ ആയിട്ട് എഴുതി കൊടുക്കാവുന്നതാണ്. സെൽഫ് എംപ്ലോയ്മെന്റ്. ഇനി എന്താ സെൽഫ് എംപ്ലോയ്മെന്റ് നോക്കാം. അതിന് മുന്നേ ആയിട്ട് അവിടെ ചെറിയൊരു ബോക്സിൽ തന്നിട്ടുണ്ട്, വായിച്ചു നോക്കൂ. സിബി's parents run a pickle unit called Star Pickles. They started this employment initiative with the help of the government in a situation where there was no employment of their own, and now it is moving ahead profitably. Around 10 families are getting employment through this initiative apart from being a source of income for സിബി's family. അപ്പോൾ എന്താണ്, ഒരു ചെറിയ ന്യൂസ് റിപ്പോർട്ടാണ് തന്നിട്ടുള്ളത്. സിബിയുടെ ഫാമിലി പാരൻസ് ഒരു പിക്കിൾ യൂണിറ്റ്, അതായത് അച്ചാർ കമ്പനി നടത്തുന്നുണ്ട്, സ്റ്റാർ പിക്കിൾസ് എന്ന് പറഞ്ഞിട്ട്. അവർക്ക് സ്വന്തമായിട്ടൊരു ജോബ് ഇല്ലാത്ത സമയത്ത് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അവരിങ്ങനെ ഒരു സംരംഭം തുടങ്ങിയതാണ്. ഇപ്പോൾ അതിൽ നിന്ന് നല്ല പ്രോഫിറ്റ് ലഭിക്കുന്നുണ്ട്. ഏകദേശം 10 കുടുംബങ്ങളിലേക്കേറെ അവർക്ക് ഇതിൽ നിന്ന് ജോലി നേടിക്കൊടുക്കാനും അവർക്കൊരു ഇൻകം ഉണ്ടാക്കി കൊടുക്കാനും കഴിഞ്ഞു എന്നാണ് ഈ ന്യൂസ് റിപ്പോർട്ടിലുള്ളത്. ഹാവ് യു റെഡ് ദ നോട്ട്? Have you noticed such ventures that are run by individuals and groups? Self-employment means earning a livelihood through independent economic activity without being under the control of any employer. അപ്പോൾ ഒരു എംപ്ലോയറുടെ കീഴിലുമല്ലാതെ ഒരാളുടെ കീഴിലുമല്ലാതെ സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങുന്നതിനെയാണ് നമ്മൾ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയാം. സെൽഫ് എംപ്ലോയ്ഡ് പേഴ്സൺസ് ഹാവ് ദെയർ ഓൺ എൻ്റർപ്രൈസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ക്യാരി ഔട്ട് ഓൾ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ എംപ്ലോയ്. അത് ഈ സെൽഫ് എംപ്ലോയ്ഡ് പേഴ്സൺസിന്, അതായത് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടേതായിട്ടുള്ള സ്വന്തമായിട്ടായിരിക്കും അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റും പിന്നെ അതിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും, ഇനി ലാഭമായാലും നഷ്ടമായാലും ഒക്കെ അത് അവരെ തന്നെ സെൽഫായിട്ട് അവരെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. ഇൻ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഇനീഷ്യേറ്റീവ്സ് ഇൻഡിവിജ്വൽസ് മോസ്റ്റ്ലി മാനേജ് ദെയർ എൻ്റർപ്രൈസസ് അലോൺ. Self-employed entrepreneurs are the sole beneficiaries of the income derived from it. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിൻ്റെ ആളുകൾ എന്തായിരിക്കും? അവർ തന്നെ ആയിരിക്കും. Don't you see grocery shops, tailoring shops, bakeries, etc. run by individuals or groups in your area? These are the examples of self-employment ventures. Find out some other examples as well. അപ്പോൾ നമ്മളുടെ നാട്ടിൽ നടത്തുന്ന ചില ഗ്രോസറി ഷോപ്സും പച്ചക്കറി കടകളും അതുപോലെ ടൈലറിംഗ് ഷോപ്പും ബേക്കറികളും ഒക്കെ കണ്ടിട്ടുണ്ടല്ലേ? അതൊക്കെ സെൽഫ് എംപ്ലോയേഴ്സിന് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റിന് എക്സാമ്പിളാണ്. സ്നാക്ക് മാനുഫാക്ചറിങ് സ്റ്റാർട്ടഡ് ഇൻ മേക്ക് ഷിഫ്റ്റ് ഷെഡ് ഓഫ് എ ഹൗസ്. രണ്ട് എന്താണ് ക്വസ്റ്റ്യൻസ് ആണ്, ന്യൂസ് റിപ്പോർട്ടേഴ്സ് ആണ് തന്നിട്ടുള്ളത്. അനു ബോൺ ഇൻ എ ഫാമിലി ഓഫ് ഫാമേഴ്സ് ഇൻ മലപ്പുറം ഡിസ്ട്രിക്ട് സ്റ്റാർട്ടഡ് ഹെർ സെൽഫ് എംപ്ലോയ്മെൻറ്റ് വെഞ്ചർ അറ്റ് ഹെർ ഓൺ ഹോം. ഷീ മെയ്ഡ് നെസസറി ഫെസിലിറ്റീസ് ഇൻ ദ മേക്ക് shift shed of her house and made and sold common snacks. Gradually, the demand for her products increased. At present, about 60 types of snacks are manufactured and sold here. Her business has scaled to almost 11 crore rupees a year now. A homemaker earning rupees 50,000 per month. Sajida is a successful entrepreneur who converted her hobby of painting to a profit-making business. Her business is fabric painting. She beautifully paints on sarees, shirts, churidars and children's wear. She successfully developed fabric painting from a hobby into business. Currently, she earned rupees 50,000 per month. അപ്പോൾ 2 കുട്ടികളുടെ ന്യൂസാണ് നമുക്കവിടെ തന്നിട്ടുള്ളത്. ഒരെണ്ണം ബേക്കിംഗ് നടത്തിയിട്ട് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് സെയിൽ ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് 11 crore റുപ്പീസോളം ഒരു വർഷം കിട്ടുന്നുണ്ടെന്ന്. പിന്നെ രണ്ടാമതായിട്ട് ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യുന്ന ഒരു കുട്ടി, അത് ഡ്രസ്സിലൊക്കെ പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് അതിനെ മനോഹരമാക്കി കൊടുത്തിട്ട് അവൾ ഏകദേശം മന്ത്ലി 50,000 ഒക്കെ ഏൺ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ 2 സെൽഫ് ഓൺട്രപ്രണേഴ്സിൻ്റെ ന്യൂസാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. Have you noticed the examples given above? If you have confidence and the will to work, you can engage in various employments and achieve success in life. Every employment has its own glory. Everyone has the right to choose the employment of their choice according to their level of education and aptitude.
Employments play an important role in determining the socio-economic progress of a country. അപ്പം നിങ്ങൾക്കൊരു ജോലി ചെയ്യാനുള്ള കോൺഫിഡൻസും അതിൽ നിന്ന് ഏർണിങ്സ് ഉണ്ടാക്കണം എന്നുള്ള നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം, ഓരോ ജോബ് ചെയ്യാം. പിന്നെ ഏത് ജോബ് ചെയ്യണം എന്നുള്ളത്, അതായത് എന്താ പറയുക, സെൽഫ് ഓൺട്രപ്രണർ ആവണോ അല്ലെങ്കിൽ വേറെ എംപ്ലോയേഴ്സ് ആവണോ എന്നൊക്കെ ഉള്ളത് അതെന്താണ്, അയാളെ മാത്രം പേഴ്സണൽ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ ബേസ്ഡ് ഓൺ ഓരോരുത്തരുടെയും എഡ്യൂക്കേഷൻ ലെവലിനെയും അവരുടെ കഴിവിനെയും ഒക്കെ അനുസരിച്ച് അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ജോബിലും മാറ്റമുണ്ടായിരിക്കാം. ഒരു രാജ്യത്തിൻ്റെ സോഷ്യോ എക്കണോമിക് പ്രോഗ്രസ്സിൽ സാമൂഹികമായിട്ടുള്ള പ്രോഗ്രസ്സിൽ ഏറ്റവും വലിയ ജോലി എംപ്ലോയ്മെൻറ്റ്സ് വഹിക്കുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യമാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും എല്ലാം ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ 5ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസിന് വേണ്ടിയിട്ട് SS-ൻ്റെയും BS-ൻ്റെയും വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. മറ്റ് വിഷയങ്ങളുടെ വീഡിയോസൊക്കെ ഓൾറെഡി അപ്ലോഡഡ് ആണ്. ആ വീഡിയോസ് കണ്ട് നോക്കാം. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്